സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യം നമ്മൾ ആ സിനിമയുടെ റിവ്യൂ നോക്കും യൂട്യൂബിൽ. അപ്പോൾ ചില മൂവി റിവ്യൂവേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി അശ്വന്ത് ഗോഗ്. ഈ അശ്വന്ത് ഗോഗിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന കുറേ ആരാധകരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം, പക്ഷെ ആ അഭിപ്രായം നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെയാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ കാണാൻ പോയത്. വളരെ ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും സിനിമ തുടക്കം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ അശ്വന്ത് ഗോഗിനെ പോലുള്ള റിവ്യൂവേഴ്സ് ഒക്കെ ഇത്രയും നല്ല സിനിമയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമയുടെ ഡ്യൂറേഷൻ 2.25 മണിക്കൂറാണ്. ഈ 2.25 മണിക്കൂറും വളരെ എൻഗേജിങ് ആണ്. തിയേറ്ററിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. അശ്വന്ത് ഗോഗിനെ പോലുള്ള റിവ്യൂവേഴ്സ് പർപ്പസ്ഫുള്ളി ഇതുപോലെ നല്ല സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അശ്വന്ത് ഗോഗിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനാണ് ചിരിക്കുന്നത്? അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ചിരി വരാറില്ല. ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലി ഉരിയുന്ന പോലെ ഫീൽ ചെയ്യാറ്. കണ്ട, ആ തിയേറ്ററിൽ ഇരുന്ന എല്ലാവർക്കും ചിരി വരുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന് മാത്രം ചിരി വരുന്നില്ല. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാരും നോർമലാണ്, ഇയാള് നോർമൽ അല്ല, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഒരു കോമഡി ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് അശ്വന്ത് ഗോഗിനോട് പറയാനുള്ളത്, നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്ത് ഒരു സിനിമ ഇറക്കുക, എന്നിട്ട് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് കോമഡി സിനിമ ചെയ്യേണ്ടത്. ഇവിടെ അശ്വന്ത് ഗോഗ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് ഈ സിനിമാക്കാരെ കുറ്റം പറയുന്ന പോലെ ഒരു ഈസി പ്രോസസ് അല്ല ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകളുടെ ഒരു ഹാർഡ് വർക്കാണ്. വർഷങ്ങളും മാസങ്ങളും ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ്. അപ്പോൾ ഒരു നല്ല സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ ഇറങ്ങി ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഉടൻ തന്നെ വന്ന് റിവ്യൂ ഇടുവാണ്. ഈ റിവ്യൂ ഇടുന്നത് എങ്ങനെയാണ്? മലങ്കൾട്ട്, ക്രിഞ്ച്, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഈ വാക്കുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ ഈ സിനിമ കണ്ട ഒരു 95% എബവ് ആളുകളും നല്ല റിവ്യൂ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അത്തരം നല്ല ഒരു സിനിമയെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ സിനിമയുടെ ആ കഥയുടെ ഒരു ട്രാക്കിലേക്ക് ഓഡിയൻസ് എത്തും. അതിനുശേഷമാണ് സിനിമ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ സിനിമ അവസാനിക്കുന്നവരെയും തിയേറ്ററിൽ നല്ല വൈബായിരുന്നു. ഈ സിനിമയുടെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ, ഇതിലെ ഹീറോയിൻ ക്യാരക്ടറാണ്. ആ ഹീറോയിൻ ക്യാരക്ടർ വരുന്നതോടുകൂടി തന്നെ സിനിമ വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുവരെ ആരും ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത, എന്നാൽ എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജാണ് ഈ സിനിമ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ നല്ല രീതിയിൽ സിനിമയിൽ ഉടനീളം ട്രോൾ ചെയ്തിട്ടുണ്ട്. അത് ഈ അശ്വന്ത് ഗോഗിനെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മെസ്സേജ് തരുന്ന നല്ലൊരു സിനിമയാണ്, നല്ലൊരു എന്റർടൈനർ ആണ്. അപ്പോൾ ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ഇത്തരം യൂട്യൂബേഴ്സിനെ ആരും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ സിനിമയിലും അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.